ലൂമൺ യൂത്ത് സെൻ്ററിൻ്റെ നേതൃത്വത്തിലുള്ള വചന പഠന പാരായണ പരമ്പരയുടെ 43-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം പുറപ്പാടിൻ്റെ പുസ്തകം 25-26 അധ്യായങ്ങളും ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായവും സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119-ാം അധ്യായം 1 മുതൽ 56 വരെയുള്ള വചനഭാഗങ്ങളുമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 25-ാമത്തെയും 26-ാമത്തെയും അധ്യായം ഒരുമിച്ചാണ് നമ്മൾ ഇന്ന് വിചിന്തന വിഷയമാക്കി കാണുക. 25-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം തന്നെ ഇങ്ങനെയാണ് തുടങ്ങുക: കർത്താവ് മോശയോട് അരുൾ ചെയ്തു, എനിക്കൊരു കാണിക്ക സമർപ്പിക്കണമെന്ന് നീ ഇസ്രായേൽക്കാരോട് പറയുക. സ്വമനസ്സാ തരുന്നവരിൽ നിന്നെല്ലാം എനിക്കുള്ള കാണിക്ക നീ സ്വീകരിക്കുക. ഇത് വ്യക്തമായിട്ടുള്ളൊരു വ്യാഖ്യാനം ആവശ്യപ്പെടുന്ന ഭാഗമാണ്. പണം സ്വീകരിക്കാനുള്ളൊരു പ്രബോധനമായിട്ട് ഇത് ഉപയോഗിക്കുക എന്നത് ലക്ഷ്യമല്ല. സ്വീകരിക്കാനുള്ള കാഴ്ചദ്രവ്യങ്ങൾ ഏവയാണെന്ന് തുടർന്നുള്ള വാക്കുകളിൽ 3-ാമത് മുതലുള്ള വാക്കുകളിലൊക്കെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഏതാനും കാഴ്ചദ്രവ്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണാം. സ്വർണം, വെള്ളി, ഓട്, നൂലുകൾ, ചണത്തുണി, കോലാട്ടിൻ രോമം, മുട്ടാടിൻ തോല്, കരുവേലത്തടി, സുഗന്ധ വസ്തുക്കൾ, ഇങ്ങനെ ഒത്തിരി കാഴ്ച വസ്തുക്കളായിട്ടുള്ളവയുടെ ലിസ്റ്റ് അവിടെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടാര നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കളാണ്. ഇത് ആളുകളിൽ നിന്നും കാണിക്കയായിട്ട് സ്വീകരിക്കണമെന്നാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഈ അധ്യായം വ്യക്തമാക്കി തരിക. ഇന്ന് നമ്മളായിരിക്കുന്ന സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ സഭ പണിയപ്പെടുന്നത് ദൈവജനത്തിൻ്റെ സംഭാവനകളിൽ നിന്നാണ്. എന്നാൽ അത് പണമായിട്ടല്ല, പണമായിട്ട് മാത്രം അത് പരിഗണിക്കുന്നില്ല. സഭ പണിയപ്പെടുന്നത് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളിലും ദൈവജനത്തിൻ്റെ സഹകരണത്തിലൂടെയുമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള വ്യക്തിപരമായ കഴിവുകളും സാഹചര്യങ്ങളും സാധ്യതകളൊക്കെ സഭ പണിയാൻ വേണ്ടി ഒരു വ്യക്തി കർത്താവിന് വേണ്ടി നൽകപ്പെടുമ്പോൾ അത് കാഴ്ചദ്രവ്യമായിട്ട് പരിഗണിക്കപ്പെടുകയാണ്. പഠിപ്പിക്കാൻ കഴിവുള്ളവർ, പ്രസംഗിക്കാൻ കഴിവുള്ളവർ, അത്ഭുത പ്രവർത്തനത്തിന്, പൗരോഹിത്യത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, വിശുദ്ധ ജീവിതത്തിൻ്റെ, കുടുംബ ജീവിതത്തിൻ്റെയൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായ അഭിഷേകങ്ങൾ ഓരോ വ്യക്തികളിലും വ്യത്യാസപ്പെട്ടിരിക്കും. അതനുസരിച്ച് ക്രിസ്തുവിൻ്റെ സഭയെ പണിയാൻ ഓരോ വ്യക്തിയും നൽകേണ്ട കാഴ്ച വസ്തുക്കളെക്കുറിച്ചാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവ് പറയുന്നു, അത് ജനത്തിൽ നിന്നും ചോദിച്ചു വാങ്ങണം ഉത്തരവാദിത്തപ്പെട്ടവർ. സ്വമനസ്സാ തരുന്നവരിൽ നിന്നും മാത്രമേ വാങ്ങാവൂ. അത് നിർബന്ധിച്ച് വാങ്ങുകയല്ല. അതിനെക്കുറിച്ച് ജനത്തെ ബോധവാന്മാരാക്കി ഓരോ വ്യക്തിയും സ്വമനസ്സ സഭയെ പടുത്തുയർത്തുന്ന പ്രക്രിയയിൽ പങ്കുകാരാകാനുള്ള ആഹ്വാനമാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 9-ാം അധ്യായം 6-7 വചനങ്ങൾ പറയുക: നിർബന്ധത്തിന് വഴങ്ങിയോ വൈമനസ്സത്തോടെയോ ആകരുത് കൊടുക്കുന്നത്. സ്വമനസ്സ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ഇഷ്ടത്തോടെ ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗമാണ് ഞാൻ എന്നുള്ളൊരു പൂർണ്ണ ധാരണയിൽ സഹകരണ മനോഭാവത്തോടെ എനിക്കുള്ളത് പങ്കുവയ്ക്കാൻ ഓരോ വിശ്വാസിയെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ആരോഗ്യമുണ്ടോ, അറിവുണ്ടോ, സമ്പത്തുണ്ടോ, വാഹനമുണ്ടോ, ഇതൊക്കെ സഭ പണിയപ്പെടാൻ വേണ്ടിയിട്ട്, സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാൻ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക്, ഭവനത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അനുഭവത്തിന് ഈ കാഴ്ച സമർപ്പണം, പൂർണ്ണമായ വിട്ടുകൊടുക്കൽ കാരണമാകുന്നുവെന്ന് ഈ അധ്യായങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലേവ്യരുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വിവിധ നിയമങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായം മുഴുവൻ പ്രതിപാദിക്കുക. അനുദിന ജീവിതത്തിൽ ഒരു ക്രൈസ്തവ വിശ്വാസി പാലിച്ചു പോകേണ്ട 10 കൽപ്പനകളിലൊക്കെ നൽകപ്പെടുന്ന നിയമങ്ങളെ വളരെ ലളിതവൽക്കരിച്ചുകൊണ്ട് ഒരു വിശ്വാസി പിന്തുടരേണ്ട നിയമങ്ങൾ അവർ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. വിഗ്രഹങ്ങളെ ആരാധിക്കരുത്,
മാതാപിതാക്കളെയൊക്കെ ബഹുമാനിക്കുക, മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ വ്യാജം പറയുകയോ അരുത്, വിധി നീതിപൂർവകമായിരിക്കട്ടെ, സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്, വിശുദ്ധ സ്ഥലത്തെയൊക്കെ അതിൻ്റെ പരിപാവനതയോടുകൂടി ബഹുമാനിക്കുക, പ്രായമായവരെ ആദരിക്കുക, എൻ്റെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കണം, ഞാനാണ് ദൈവമായ കർത്താവ് എന്ന് ലേവ്യരുടെ പുസ്തകം ഓർമ്മപ്പെടുത്തുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം 1 മുതൽ 56 വരെയുള്ള വചനഭാഗത്ത് കർത്താവിൻ്റെ നിയമത്തെക്കുറിച്ച് തന്നെയാണ് അവിടെയും ഓർമ്മപ്പെടുത്തൽ. അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ, അവർ തെറ്റു ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു, അവിടുത്തെ ചട്ടങ്ങൾ പാലിച്ചാൽ ലജ്ജിതനാകേണ്ടി വരികയില്ല. യുവാവ് തൻ്റെ മാർഗം നിർമ്മലമായി സൂക്ഷിക്കാനായി അവിടുത്തെ വചനമനുസരിച്ച് വ്യാപരിക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചതാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹമെന്ന് ഒരു യഥാർത്ഥ വിശ്വാസി പൂർണ്ണമായിട്ട് അറിഞ്ഞ് ബോധ്യത്തോടെ അനുഗ്രഹം ഏറ്റുപറഞ്ഞ് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അധ്യായം 25. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, എനിക്ക് ഒരു കാണിക്ക സമർപ്പിക്കണമെന്ന് നീ ഇസ്രായേൽക്കാരോട് പറയുക. സ്വമനസ്സാ തരുന്നവരിൽ നിന്നെല്ലാം എനിക്കുള്ള കാണിക്ക നീ സ്വീകരിക്കുക. അവരിൽ നിന്ന് സ്വീകരിക്കേണ്ട കാഴ്ചദ്രവ്യങ്ങൾ ഇവയാണ്: സ്വർണം, വെള്ളി, ഓട്, നീലയും ധൂമ്രവും അരുണവുമായ നൂലുകൾ, നേർത്ത ചണത്തുണി, കൊലാട്ടിൻ രോമം, ഊറക്കിട്ട മുട്ടാടിൻ തോല്, നിലക്കരടി തോല്, കരുവേലത്തടി, വിളക്കുകൾക്കുള്ള എണ്ണ, അഭിഷേക തൈലത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ, ധൂപത്തിനുള്ള സുഗന്ധവസ്തുക്കൾ, എഫോദും ഉരസ്ത്രാണവും അലങ്കരിക്കാനുള്ള ഗോമേതക വൈഡൂര്യ രത്നങ്ങൾ. ഞാൻ അവരുടെ ഇടയിൽ വസിക്കാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം. ഞാൻ കാണിച്ചു തരുന്ന മാതൃകയനുസരിച്ചായിരിക്കണം കൂടാരവും അതിലെ ഉപകരണങ്ങളും നിർമ്മിക്കുന്നത്. കരുവേല മരം കൊണ്ട് ഒരു പേടകം നിർമ്മിക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് അതിൻ്റെ അകവും പുറവും പൊതിയണം. അതിനുമീതെ ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരരികുപാളി ഉറപ്പിക്കണം. 4 സ്വർണ്ണ വളയങ്ങൾ ഉണ്ടാക്കി പേടകത്തിന്റെ ചുവട്ടിലെ 4 മൂലകളിൽ ഘടിപ്പിക്കണം. 2 ഒരു വശത്തും 2 മറുവശത്തുമായിരിക്കണം. കരുവേല മരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി അവയും സ്വർണം കൊണ്ട് പൊതിയണം. പേടകം വഹിച്ചു കൊണ്ടുപോകാൻ പാർശ്വവളയങ്ങളിലൂടെ തണ്ടുകളിടണം. തണ്ടുകൾ എപ്പോഴും പേടകത്തിന്റെ വളയങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കണം. അവയിൽ നിന്നെടുത്തു മാറ്റരുത്. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിൽ നിക്ഷേപിക്കണം. ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് ഒരു കൃപാസനം നിർമ്മിക്കണം. അതിന്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവുമായിരിക്കണം. കൃപാസനത്തിന്റെ 2 അറ്റത്തുമായി അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് 2 കെരൂബുകളെ നിർമ്മിക്കണം. കൃപാസനത്തിന്റെ 2 അറ്റത്തും അതിനോട് ഒന്നായി ചേർന്നിരിക്കത്തക്ക വണ്ണം വേണം കെരൂബുകളെ നിർമ്മിക്കാൻ. കൃപാസനം മൂടത്തക്ക വിധം കെരൂബുകൾ ചിറകുകൾ മുകളിലേക്ക് വിരിച്ചു പിടിച്ചിരിക്കണം. കെരൂബുകൾ കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് മുഖാഭിമുഖം നിലകൊള്ളണം. കൃപാസനം പേടകത്തിന് മുകളിൽ സ്ഥാപിക്കണം. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം. അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും. കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. ഇസ്രായേലിനു വേണ്ടിയുള്ള എൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ നിന്നെ അറിയിക്കും. കരുവേല മരം കൊണ്ട് 2 മുഴം നീളവും 1 മുഴം വീതിയും 1.5 മുഴം ഉയരവുമുള്ള ഒരു മേശ ഉണ്ടാക്കണം. തനി സ്വർണം കൊണ്ടത് പൊതിയുകയും സ്വർണം കൊണ്ട് തന്നെ അതിന് അരികുപാളി പിടിപ്പിക്കുകയും വേണം. അതിന് ചുറ്റും കൈപ്പത്തിയുടെ വീതിയിലുള്ള ഒരു ചട്ടമുണ്ടാക്കുകയും ചട്ടത്തിന് ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിക്കുകയും വേണം. സ്വർണം കൊണ്ടുള്ള 4 വളയങ്ങൾ ഉണ്ടാക്കി മേശയുടെ 4 മൂലകളിലുള്ള 4 കാലുകളിൽ ഘടിപ്പിക്കുക. വളയങ്ങളിലൂടെ തണ്ടുകളിട്ട് മേശ ചുമന്ന് കൊണ്ടുപോകത്തക്ക വിധം വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരിക്കണം. മേശ ചുമന്നു കൊണ്ടുപോകാനായി കരുവേല മരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിയണം. താലങ്ങളും തളികകളും കലശങ്ങളും പാനീയ ബലിക്കുള്ള ചഷകങ്ങളും തനി സ്വർണം കൊണ്ടുണ്ടാക്കണം. തിരുസാന്നിധ്യത്തിന്റെ അപ്പം എപ്പോഴും എന്റെ മുൻപാകെ മേശപ്പുറത്ത് വച്ചിരിക്കണം. തനി സ്വർണം കൊണ്ട്
ഒരു വിളക്ക് കാലുണ്ടാക്കണം. അതിന്റെ ചുവടും തണ്ടും ചഷകങ്ങളും മുകുളങ്ങളും പുഷ്പങ്ങളും ഒരേ സ്വർണ്ണത്തകിടിൽ തീർത്തതായിരിക്കണം. ഒരു വശത്തു നിന്ന് 3, മറുവശത്തു നിന്ന് 3 എന്ന കണക്കിൽ വിളക്കുകാലിന്റെ ഇരുവശത്തുമായി 6 ശാഖകൾ ഉണ്ടായിരിക്കണം. ഓരോ ശാഖയിലും ബദാം പൂവിന്റെ ആകൃതിയിൽ മുകുളങ്ങളോടും പുഷ്പതലങ്ങളോടും കൂടിയ 3 ചഷകങ്ങൾ ഉണ്ടായിരിക്കണം. വിളക്കുതണ്ടിന്മേൽ ബദാം പൂവിന്റെ ആകൃതിയിൽ മുകുളങ്ങളും പുഷ്പതലങ്ങളും ചേർന്ന 4 ചഷകങ്ങൾ ഉണ്ടായിരിക്കണം. വിളക്ക് കാലിൽ നിന്ന് പുറപ്പെടുന്ന 6 ശാഖകളിൽ ഓരോ ജോഡിയുടെയും അടിയിൽ ഓരോ മുകുളം എന്ന കണക്കിൽ 3 മുകുളങ്ങൾ ഉണ്ടായിരിക്കണം. അടിച്ചു പരത്തിയ തനി സ്വർണത്തിന്റെ ഒരേ തകിടിലായിരിക്കണം മുകുളങ്ങളും ശാഖകളുമെല്ലാം നിർമ്മിക്കുന്നത്. വിളക്ക് തണ്ടിന്മേലും അതിന്റെ ശാഖകളിന്മേലും വയ്ക്കാൻ വേണ്ടി 7 വിളക്കുകൾ ഉണ്ടാക്കണം. അവ വിളക്കുകാലിന് മുൻപിൽ പ്രകാശം വീശത്തക്ക വിധം സ്ഥാപിക്കണം. തിരിയണയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ടുള്ളവയായിരിക്കണം. വിളക്കുകാലും ഉപകരണങ്ങളുമെല്ലാം കൂടി 1 താലന്ത് തനി സ്വർണം കൊണ്ടുവേണം നിർമ്മിക്കാൻ. മലയിൽ വെച്ച് നിന്നെ ഞാൻ കാണിച്ച മാതൃകയിൽ ഇവയെല്ലാം നിർമ്മിക്കാൻ ശ്രദ്ധിക്കണം. അധ്യായം 26. 10 വിരികൾ കൊണ്ട് നീ വിശുദ്ധ കൂടാരം നിർമ്മിക്കണം. നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളോട് കൂടി നെയ്തെടുത്ത നേർത്ത ചണവസ്ത്രം കൊണ്ടായിരിക്കണം വിരികൾ. കെരൂബുകളെ കൊണ്ട് വിദഗ്ധമായി അലങ്കരിച്ചതുമായിരിക്കണം. ഒരു വിരിയുടെ നീളം 28 മുഴവും വീതി 4 മുഴവുമായിരിക്കണം. എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരിക്കണം. 5 വിരികൾ ഒന്നോടൊന്ന് ചേർത്ത് തുന്നണം. അതുപോലെ മറ്റേ 5 വിരികളും. ആദിഗണം വിരികളിൽ ഒടുവിലത്തേതിന്റെ വക്കിൽ നീല നൂൽ കൊണ്ടുള്ള വളയങ്ങൾ തുന്നിച്ചേർക്കണം. അപ്രകാരം തന്നെ 2-ാം ഗണം വിരികളിൽ അവസാനത്തേതിന്റെ വക്കിലും. ആദ്യത്തെ വിരിയിൽ 50 വളയങ്ങൾ ഉണ്ടാക്കണം. 2-ാം ഗണം വിരികളിൽ അവസാനത്തേതിന്റെ വക്കിലും 50 വളയങ്ങൾ ഉണ്ടാക്കണം. വളയങ്ങൾ ഒന്നിനു നേരെ ഒന്ന് വരത്തക്ക വിധത്തിലായിരിക്കണം. സ്വർണം കൊണ്ട് 50 കൊളുത്തുകൾ ഉണ്ടാക്കണം. 2 ഗണം വിരികളും കൊളുത്തുകൊണ്ട് യോജിപ്പിക്കുമ്പോൾ അതൊരു കൂടാരമാകും. കൂടാരത്തിന്റെ മുകൾ ഭാഗം മൂടുന്നതിനായി ആട്ടിൻ രോമം കൊണ്ട് 11 വിരികൾ ഉണ്ടാക്കണം. ഓരോ വിരിക്കും 30 മുഴം നീളവും 4 മുഴം വീതിയും ഉണ്ടായിരിക്കണം. 11 വിരികളും ഒരേ അളവിലായിരിക്കണം. 5 വിരികൾ യോജിപ്പിച്ച് 1 ഗണവും 6 വിരികൾ യോജിപ്പിച്ച് വേറൊരു ഗണവും ഉണ്ടാക്കുക. 6-ാമത്തെ വിരി കൂടാരത്തിന്റെ മുൻഭാഗത്ത് മടക്കിയിടുക. 1-ാമത്തെ ഗണം വിരികളിൽ അവസാനത്തേതിന്റെ വക്കിൽ 50 വളയങ്ങളും 2-ാം ഗണം വിരികളിൽ അവസാനത്തേതിന്റെ വക്കിൽ 50 വളയങ്ങളും തുന്നിച്ചേർക്കുക. ഓടുകൊണ്ടുള്ള 50 കൊളുത്തുകൾ ഉണ്ടാക്കി അവ വളയങ്ങളിലൂടെ ഇട്ട് കൂടാരം ഒന്നായി യോജിപ്പിക്കുക. അവശേഷിക്കുന്ന ഒരു പകുതി വിരി കൂടാരത്തിന്റെ പിന്നിൽ തൂക്കിയിടണം. മേൽവിരിയുടെ നീളത്തിൽ ഓരോ വശത്തും അവശേഷിക്കുന്ന ഓരോ മുഴം ഇരുവശങ്ങളും മറയ്ക്കാനായി തൂക്കിയിടണം. ഊറക്കിട്ട മുട്ടാടിൻ തോലുകൊണ്ട് കൂടാരത്തിന് മൂടിയുണ്ടാക്കണം. മൃദുലമായ തോലുകൊണ്ട് വേറൊരു ആവരണവും ഉണ്ടാക്കണം. കരുവേല മരത്തിന്റെ പലകകൾ കൊണ്ട് കൂടാരത്തിന് നിവർന്നു നിൽക്കുന്ന ചട്ടങ്ങൾ ഉണ്ടാക്കണം. ഓരോ പലകയുടെയും നീളം 10 മുഴവും വീതി 1.5 മുഴവുമായിരിക്കണം. പലകകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും 2 കുടുമകൾ വീതം വേണം. എല്ലാ പലകകളും ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം. കൂടാരത്തിന് ചട്ടപ്പലകകൾ ഉണ്ടാക്കണം. തെക്ക് വശത്ത് 20 പലകകൾ. 20 പലകകളുടെ അടിയിലായി വെള്ളിക്കൊണ്ട് 40 പാദകുടങ്ങൾ ഉണ്ടാക്കണം. ഓരോ പലകയുടെയും അടിയിലുള്ള 2 കുടുമകൾക്ക് 2 പാദകുടങ്ങൾ വീതം. കൂടാരത്തിന്റെ 2-ാം വശമായ വടക്കുവശത്തേക്കായി 20 പലകകൾ നിർമ്മിക്കണം. ഓരോ പലകയ്ക്കുമിടയിൽ 2 വീതം വെള്ളികൊണ്ട് 40 പാദകുടങ്ങൾ ഉണ്ടായിരിക്കണം. കൂടാരത്തിന്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തേക്കായി 6 പലകകൾ നിർമ്മിക്കണം. കൂടാരത്തിന്റെ പിൻഭാഗത്തെ 2 മൂലകൾക്കായി 2 പലകകൾ ഉണ്ടാക്കണം. അവയുടെ ചുവടുകൾ അകന്നു നിൽക്കണം. മുകളിൽ അവ ഒരു വളയം കൊണ്ട് യോജിപ്പിക്കണം. 2 പലകകൾക്കും ഇപ്രകാരം തന്നെ. അവ 2ഉം മൂലപ്പലകകളായിരിക്കും. അങ്ങനെ 8 പലകകളും ഓരോ പലകയുടെയും അടിയിൽ 2 വീതം വെള്ളിക്കൊണ്ടുള്ള 16 പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. കരുവേല മരം കൊണ്ട് അഴികൾ ഉണ്ടാക്കണം. കൂടാരത്തിന്റെ ആദ്യവശത്തെ പലകകൾക്ക് 5 അഴികൾ വേണം. കൂടാരത്തിന്റെ 2-ാമത്തെ വശത്തുള്ള പലകകൾക്ക് 5 അഴികളും പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തുള്ള പലകകൾക്ക് 5 അഴികളും ഉണ്ടാക്കണം. നടുവിലെ അഴി പലകകളുടെ മധ്യത്തിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തണം. പലകകൾ സ്വർണം കൊണ്ട് പൊതിയണം. അഴികൾ കടത്തുന്നതിന്
അവയിൽ സ്വർണം കൊണ്ട് വളയങ്ങൾ നിർമ്മിക്കണം. അഴികളും സ്വർണം കൊണ്ട് പൊതിയണം. മലയിൽ വെച്ച് കാണിച്ചു തന്ന മാതൃകയനുസരിച്ചാണ് കൂടാരം പണിയേണ്ടത്. പിരിച്ച നൂൽ കൊണ്ട് നെയ്തതും നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ളതുമായ നേർത്ത ചണത്തുണി കൊണ്ട് ഒരു തിരശ്ശീല ഉണ്ടാക്കണം. അതിൽ കെരൂബുകളെ തുന്നിച്ചേർക്കണം. കരുവേല മരം കൊണ്ട് പണിത് സ്വർണം പൊതിഞ്ഞ 4 തൂണുകളിൽ അത് തൂക്കിയിടണം. തൂണുകളുടെ കൊളുത്തുകൾ സ്വർണം കൊണ്ടും പാദകുടങ്ങൾ വെള്ളിക്കൊണ്ടും നിർമ്മിക്കണം. തിരശ്ശീല കൊളുത്തുകളിൽ തൂക്കിയിട്ടതിനു ശേഷം സാക്ഷ്യപേടകം അതിനുള്ളിലേക്ക് കൊണ്ടുവരണം. ഈ തിരശ്ശീല വിശുദ്ധ സ്ഥലത്തു നിന്ന് ശ്രീകോവിലിനെ വേർതിരിക്കും. ശ്രീകോവിലിൽ സാക്ഷ്യപേടകത്തിന് മുകളിൽ കൃപാസനം സ്ഥാപിക്കണം. തിരശ്ശീലയ്ക്ക് വെളിയിൽ മേശയും മേശയ്ക്കെതിരെ കൂടാരത്തിന്റെ തെക്ക് വശത്ത് വിളക്കുകാലും സ്ഥാപിക്കണം. മേശ കൂടാരത്തിന്റെ വടക്ക് വശത്തായിരിക്കണം. നേർമയിൽ നെയ്തതും നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ളതും ചിത്രത്തുന്നലാൽ അലങ്കൃതവുമായ ചണവസ്ത്രം കൊണ്ട് കൂടാരവാതിലിന് ഒരു യവനിക ഉണ്ടാക്കണം. ഈ യവനിക തൂക്കിയിടുന്നതിന് കരുവേല മരം കൊണ്ട് 5 തൂണുകൾ ഉണ്ടാക്കണം. അവ സ്വർണത്തിൽ പൊതിയണം. അവയ്ക്ക് സ്വർണ്ണ കൊളുത്തുകളും ഓടുകൊണ്ടുള്ള 5 പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. അധ്യായം 19. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു. ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുകയും എൻ്റെ സാബത്ത് ആചരിക്കുകയും വേണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വാർത്തെടുക്കുകയോ ചെയ്യരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. കർത്താവിന് സമാധാന ബലി അർപ്പിക്കുമ്പോൾ നിങ്ങൾ സ്വീകാര്യരാകത്തക്ക വിധം അർപ്പിക്കുക. അർപ്പിക്കുന്ന ദിവസവും അതിനടുത്ത ദിവസവും നിങ്ങളത് ഭക്ഷിക്കണം. 3-ാം ദിവസത്തേക്ക് എന്തെങ്കിലും അവശേഷിക്കുന്നെങ്കിൽ അത് ദഹിപ്പിച്ചു കളയണം. 3-ാം ദിവസം അത് ഭക്ഷിക്കുന്നത് നിന്ദ്യമാണ്. അത് സ്വീകാര്യമാവുകയില്ല. അത് ഭക്ഷിക്കുന്നവൻ കുറ്റക്കാരനായിരിക്കും. എന്തെന്നാൽ അവൻ കർത്താവിന്റെ വിശുദ്ധ വസ്തു അശുദ്ധമാക്കി. അവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. നിങ്ങൾ ധാന്യം കൊയ്യുമ്പോൾ വയലിന്റെ അതിർത്തി തീർത്ത് കൊയ്തെടുക്കരുത്. കൊയ്ത്തിന് ശേഷം കാല പെറുക്കുകയുമരുത്. മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളും തീർത്ത് പറിക്കരുത്. വീണ് കിടക്കുന്ന പഴം പെറുക്കിയെടുക്കുകയുമരുത്. പാവങ്ങൾക്കും പരദേശികൾക്കുമായി അത് നീക്കിവെക്കുക. ഞാനാകുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ പരസ്പരം വ്യാജം പറയുകയോ അരുത്. എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യരുത്. നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം അശുദ്ധമാക്കുകയുമരുത്. ഞാനാണ് കർത്താവ്. നിങ്ങളുടെ അയൽക്കാരെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ അരുത്. കൂലിക്കാരന് വേതനം നൽകാൻ പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കരുത്. ചെകിടരെ ശപിക്കുകയോ കുരുടന്റെ വഴിയിൽ തടസ്സം വയ്ക്കുകയോ അരുത്. നിങ്ങളുടെ ദൈവത്തെ ഭയപ്പെടുക. ഞാനാണ് കർത്താവ്. അനീതിയായി വിധിക്കരുത്. ദരിദ്രനോട് ദാക്ഷിണ്യമോ ശക്തനോട് പ്രത്യേക പരിഗണനയോ കാണിക്കാതെ അയൽക്കാരെ നീതിപൂർവം വിധിക്കണം. ഏഷണി പറഞ്ഞു നടക്കുകയോ അയൽക്കാരന്റെ ജീവനെ അപകടത്തിലാക്കുകയോ അരുത്. ഞാനാണ് കർത്താവ്. സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്. അയൽക്കാരനെ ശാസിക്കണം, അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും. നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഞാനാണ് കർത്താവ്. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ. ഒരു മൃഗത്തെ മറ്റിനത്തിൽപ്പെട്ട മൃഗവുമായി ഇണചേർക്കരുത്. വയലിൽ വിത്തുകൾ കലർത്തി വിതയ്ക്കരുത്. ചണവും കമ്പിളിയും ചേർത്ത് നെയ്തെടുത്ത വസ്ത്രങ്ങൾ ധരിക്കുകയുമരുത്. ഒരു പുരുഷന് വിവാഹസമ്മതം നൽകിയിട്ടുള്ളവളും എന്നാൽ വീണ്ടെടുക്കപ്പെടാത്തവളും സ്വാതന്ത്ര്യം ലഭിക്കാത്തവളുമായ ഒരു ദാസിയോടുകൂടെ ഒരുവൻ ശയിച്ചാൽ അന്വേഷണം നടത്തി അവരെ ശിക്ഷിക്കണം. എന്നാൽ അവർക്ക് മരണശിക്ഷ വിധിക്കരുത്. എന്തെന്നാൽ അവൾ സ്വതന്ത്രയായിരുന്നില്ല. അവൻ തനിക്ക് വേണ്ടി സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ പ്രായശ്ചിത്ത ബലിയായി ഒരു മുട്ടാടിനെ കർത്താവിന് സമർപ്പിക്കണം. പുരോഹിതൻ പ്രായശ്ചിത്ത ബലിക്കുള്ള മൃഗത്തെ കർത്താവിന്റെ മുൻപിൽ സമർപ്പിച്ച് അവനു വേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവൻ ചെയ്ത പാപം ക്ഷമിക്കപ്പെടും. നിങ്ങൾ ദേശത്തു വന്ന് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ 3 വർഷത്തേക്ക് അവയുടെ ഫലങ്ങൾ വിലക്കപ്പെട്ടതായി കണക്കാക്കണം. അവ നിങ്ങൾ ഭക്ഷിക്കരുത്. 4-ാം വർഷം കർത്താവിന്റെ സ്തുതിക്കായി സമർപ്പിക്കുന്നതിന് അവയുടെ ഫലമെല്ലാം പരിശുദ്ധമായിരിക്കും. 5-ാം വർഷം അവയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം. അവ നിങ്ങളെ സമ്പന്നരാക്കും.
ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ രക്തത്തോടു കൂടിയ മാംസം ഭക്ഷിക്കരുത്. ശകുനം നോക്കുകയോ ആഭിചാരം നടത്തുകയോ അരുത്. ചെന്നി മുണ്ടനം ചെയ്യരുത്. ദീക്ഷയുടെ അഗ്രം മുറിക്കുകയുമരുത്. മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്. ദേഹത്ത് പച്ച കുത്തരുത്. ഞാനാണ് കർത്താവ്. നിന്റെ പുത്രിയെ വേശ്യാവൃത്തിക്ക് ഏൽപ്പിക്കരുത്. അങ്ങനെ ചെയ്താൽ നാട് മുഴുവൻ വേശ്യാവൃത്തിയിൽ മുഴുകുകയും തിന്മ കൊണ്ട് നിറയുകയും ചെയ്യാനിടയാകും. നിങ്ങൾ എന്റെ സാബത്ത് ആചരിക്കുകയും വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുകയും ചെയ്യുവിൻ. ഞാനാണ് കർത്താവ്. നിങ്ങൾ മന്ത്രവാദികളെയും ശകുനക്കാരെയും സമീപിച്ച് അശുദ്ധരാകരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. പ്രായം ചെന്ന് നരച്ചവരുടെ മുൻപിൽ ആദരപൂർവം എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം. നിന്റെ ദൈവത്തെ ഭയപ്പെടുക. ഞാനാണ് കർത്താവ്. നിങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കുന്ന വിദേശിയെ ഉപദ്രവിക്കരുത്. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശിയെ നിങ്ങൾ സ്വദേശിയെ പോലെ കണക്കാക്കണം. നിങ്ങളെപ്പോലെ തന്നെ അവനെയും സ്നേഹിക്കണം. കാരണം നിങ്ങൾ ഈജിപ്ത് ദേശത്ത് വിദേശികളായിരുന്നു. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. വിധിയിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത്. ശരിയായ തുലാസും കട്ടിയും ഏഫായും ഹിന്നും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈജിപ്ത് ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. നിങ്ങൾ എൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കണം. ഞാനാണ് കർത്താവ്. കർത്താവിന്റെ പ്രബോധനത്തോട് തനിക്കുള്ള സ്നേഹവും മതിപ്പും പ്രകടിപ്പിക്കാൻ ഒരു ലുത്തിനിയ പ്രകരണ ശൈലി അവലംബിച്ചിരിക്കുകയാണ് 119 സങ്കീർത്തന കർത്താവ്. പിതാവിന്റെ ഹിതം തന്റെ ഭക്ഷണമാണെന്ന് പ്രഖ്യാപിച്ച ക്രിസ്തുവിനോടൊപ്പം ഈ ദൈവഹിത പ്രണയ കീർത്തനം ആലപിക്കാം. വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ, കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അവർ തെറ്റു ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങു കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവനായിരുന്നെങ്കിൽ, അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടിയുറപ്പിച്ചിരിക്കുന്ന എനിക്കു ലജ്ജിതനാകേണ്ടി വരുകയില്ല. അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും. എന്നെ പൂർണ്ണമായി പരിത്യജിക്കരുതേ. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ വചനം
തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ചു വ്യാപരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്കു ഇടയാകാതിരിക്കട്ടെ. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിനു ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാവിൽ നിന്നു പുറപ്പെടുന്ന ശാസനങ്ങളെ എൻ്റെ അധരങ്ങൾ പ്രഘോഷിക്കും. സമ്പദ് സമൃദ്ധിയിലെന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടിയുറപ്പിക്കുകയും ചെയ്യും. അങ്ങയുടെ ചട്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കും. അങ്ങയുടെ വചനം വിസ്മരിക്കുകയില്ല. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനമനുസരിക്കാനും ഈ ദാസന്റെ മേൽ കൃപ ചൊരിയണമേ. അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. ഭൂമിയിൽ ഞാനൊരു പരദേശിയാണ്. അങ്ങയുടെ കൽപ്പനകളെ എന്നിൽ നിന്നും മറച്ചുവെക്കരുതേ. അങ്ങയുടെ കൽപ്പനകൾക്കു വേണ്ടിയുള്ള അഭിനിവേശം നിരന്തരം എന്നെ ദഹിപ്പിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ വിട്ടു നടക്കുന്ന ശപിക്കപ്പെട്ട ധിക്കാരികളെ അവിടുന്നു ശാസിക്കുന്നു. അവരുടെ നിന്ദനവും പരിഹാസവും എന്നിൽ നിന്നകറ്റണമേ. ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചുവല്ലോ. രാജാക്കന്മാർ ഒത്തുചേർന്നു എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. എന്നാൽ ഈ ദാസനങ്ങയുടെ ചട്ടങ്ങളെപ്പറ്റി ധ്യാനിക്കും. അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം. അവയാണെനിക്ക് ഉപദേശം നൽകുന്നത്.
അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. എന്റെ പ്രാണൻ പൊടിയോടു പറ്റിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ. എന്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങെനിക്കുത്തരമരുളി. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്കു കാണിച്ചു തരണമേ. ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി ധ്യാനിക്കും. ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു. അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. തെറ്റായ മാർഗങ്ങളെ എന്നിൽ നിന്നകറ്റണമേ. കാരുണ്യപൂർവം അങ്ങയുടെ നിയമമെന്നെ പഠിപ്പിക്കണമേ. ഞാൻ വിശ്വസ്തതയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങയുടെ ശാസനങ്ങൾ എന്റെ കൺമുൻപിലുണ്ട്. കർത്താവേ, അങ്ങയുടെ കൽപ്പനകളോടു ഞാൻ ചേർന്നു നിൽക്കുന്നു. ലജ്ജിതനാകാൻ എനിക്കിടവരുത്തരുതേ. ഒരുക്കമുള്ള ഹൃദയം അങ്ങെനിക്കു തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. കർത്താവേ, അങ്ങയുടെ ചട്ടങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അവസാനം വരെ ഞാനതു പാലിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അത് അനുസരിക്കാനും വേണ്ടി എനിക്ക് അറിവു നൽകണമേ. അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ. ഞാനതിൽ സന്തോഷിക്കുന്നു. ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ. വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കേണമേ.
അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ. അങ്ങയുടെ ഭക്തർക്കു നൽകിയ വാഗ്ദാനം ഈ ദാസനു നിറവേറ്റിത്തരണമേ. ഞാൻ ഭയപ്പെടുന്ന അവമതി എന്നിൽ നിന്നകറ്റണമേ. അങ്ങയുടെ നിയമങ്ങൾ വിശിഷ്ടമാണല്ലോ. ഇതാ അങ്ങയുടെ പ്രമാണങ്ങളെ ഞാൻ അഭിലഷിക്കുന്നു. അങ്ങയുടെ നീതിയാൽ എന്നിൽ പുതുജീവൻ പകരണമേ. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷ എനിക്കു നൽകണമേ. എന്നെ അവഹേളിക്കുന്നവരോടു മറുപടി പറയാൻ അപ്പോൾ എനിക്കു കഴിയും. ഞാൻ അങ്ങയുടെ വചനത്തിലാണല്ലോ ആശ്രയിക്കുന്നത്. സത്യത്തിന്റെ വചനം എൻ്റെ അധരങ്ങളിൽ നിന്ന് നിശേഷം എടുത്തുകളയരുതേ. അങ്ങയുടെ കൽപ്പനകളിലാണല്ലോ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നത്. സത്യത്തിന്റെ വചനം എൻ്റെ അധരങ്ങളിൽ നിന്ന് നിശേഷം എടുത്തുകളയരുതേ. അങ്ങയുടെ കൽപ്പനകളിലാണല്ലോ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നത്. ഞാൻ അങ്ങയുടെ കൽപ്പനകളെ നിരന്തരം എന്നേക്കും പാലിക്കും. അങ്ങയുടെ കൽപ്പനകൾ തേടുന്നതുകൊണ്ട് ഞാൻ സ്വതന്ത്രമായി വ്യാപരിക്കും. രാജാക്കന്മാരുടെ മുൻപിലും ഞാൻ അങ്ങയുടെ കൽപ്പനകളെ പറ്റി സംസാരിക്കും. ഞാൻ ലജ്ജിതനാവുകയില്ല. അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ ആദരിക്കുന്നു. ഞാൻ അവയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയുടെ ചട്ടങ്ങളെ പറ്റി ധ്യാനിക്കുന്നു. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ വചനം
ഈ ദാസനു നൽകിയ വാഗ്ദാനം ഓർക്കണമേ. അതുവഴിയാണല്ലോ അങ്ങ് എനിക്കു പ്രത്യാശ നൽകിയത്. അങ്ങയുടെ വാഗ്ദാനം എനിക്കു ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം. അധർമ്മികൾ എന്നെ കഠിനമായി പരിഹസിക്കുന്നു, എന്നാലും ഞാൻ അങ്ങയുടെ നിയമത്തിൽ നിന്നു വ്യതിചലിക്കുകയില്ല. കർത്താവേ, അങ്ങു പണ്ടേ നൽകിയ നിയമങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്ന ദുഷ്ടർ മൂലം രോഷമെന്നിൽ ജ്വലിക്കുന്നു. തീർത്ഥാടകനായ ഞാൻ പാർക്കുന്നിടത്ത് അങ്ങയുടെ പ്രമാണങ്ങളായിരുന്നു എൻ്റെ ഗാനം. കർത്താവേ, രാത്രിയിൽ ഞാൻ അങ്ങയുടെ നാമം അനുസ്മരിക്കുന്നു. ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചു